നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 2024ന്റെ 100 ഡേയ്സ് ചലഞ്ച് ഡേ 12 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 12 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കുവാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പമ്പാ നദിയാണ്. അതായത് റിവേഴ്സ് ഓഫ് കേരള എന്നുള്ള മേഖലയിലെ പമ്പാ നദിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒത്തിരി പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. പമ്പാ നദി, പമ്പാ നദിയുടെ ആകെ നീളം 176 കിലോമീറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. പമ്പാ നദിയുടെ ആകെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമല. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? പുളിച്ചിമലകളിൽ നിന്നുമാണ്. പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് പീരുമേട് പീഠഭൂമി. പഠിച്ചോളനെ, പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? പീരുമേട് പീഠഭൂമിയാണ്. പമ്പാ നദിയുടെ പതനസ്ഥാനം എന്നറിയപ്പെടുന്നത് വേമ്പനാട് കായൽ. പമ്പാ നദിയുടെ പതനസ്ഥാനം ഏതാണ്? വേമ്പനാട് കായലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ ആകെ നീളം 176 കിലോമീറ്റർ. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനം പുളിച്ചിമലകള്. പുളിച്ചിമല സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാ? പീരുമേട് പീഠഭൂമി. പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട് കായലാണ്. പഠിക്കുക. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല. പമ്പാ നദി ഒഴുകുന്ന ജില്ലകള് പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ല എന്നിവയാണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. അതിനുവേണ്ടി ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പി എന്നങ്ങ് പഠിച്ചു വെക്കുക. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പി എന്നൊരു കോഡ് അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ആദ്യത്തെ P എന്ന് പറയുന്നത് പമ്പാ നദിയെ സൂചിപ്പിക്കുന്നു. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ല. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പത്തനംതിട്ട ജില്ലയാണ് വരുന്നത്. ശ്രദ്ധിച്ചോളനെ, പാലക്കാടല്ല, പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയാണ്. അപ്പോ പമ്പാ നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ ജില്ലയാണ്. ഇത് എങ്ങനെയാ പഠിക്കേണ്ടത്? പാപ്പി എന്ന കോഡങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതിൽ ആദ്യത്തെ P എന്ന് പറയുന്നത് പമ്പാ നദി, A എന്ന് പറയുന്നത് ആലപ്പുഴ, മൂന്നാമതായി വരുന്ന P എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അതുപോലെ I എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. പഠിക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പഠിച്ചോളനെ, തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? പമ്പാ നദിയാണ്. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി പമ്പാ നദി. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദി. പന്തളം പട്ടണത്തെ ചുറ്റിയൊഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി പമ്പാ നദിയായിരുന്നു. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതായിരുന്നു? പമ്പാ നദിയായിരുന്നു. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി പമ്പാ നദി. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ജനതയുടെ ഭാഗമായ മൺശിലകൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ നദീതീരം അല്ലെങ്കിൽ നദീതടം ചോദിച്ചു കഴിഞ്ഞാൽ അത് പമ്പാ നദിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡ ജനതയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കേരളത്തിലെ നദീതീരം എന്ന് ചോദിച്ചാൽ അത് പമ്പയാണ്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ശബരിമല. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല. ശബരിമലയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയുടെ തീരത്ത്. ശബരിമലയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദി. ഇല്ലെങ്കിൽ PSC ചോദിച്ചിട്ടുണ്ട് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത് എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയുടെ തീരത്ത്. ശബരിമലയെ ചുറ്റിയൊഴുകുന്ന നദി അത് അച്ഛൻ കോവിലാറാണ്. പഠിച്ചോളനെ, ശബരിമലയെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? അത് അച്ഛൻ കോവിലാറാണ്. തെറ്റരുത്. ശബരിമലയെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? അച്ഛൻ കോവിലാറാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. പഠിച്ചോളനെ, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അച്ഛൻ കോവിലാർ പമ്പാ നദിയുമായി പതിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് വീയപുരമാണ്. അച്ഛൻ കോവിലാറ് പമ്പാ നദിയുമായിട്ട് കൂടിച്ചേരുന്ന അല്ലെങ്കിൽ പതിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് വീയപുരത്ത് വെച്ചാണ്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൺ കൺവെൻഷൻ. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ
ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനം അറിയപ്പെടുന്ന പേരാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. മറക്കരുത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? നമ്മുടെ കുട്ടനാടാണ്. അച്ഛൻ കോവിലാർ പമ്പാ നദിയിൽ പതിക്കുന്നത് ഏത് പ്രദേശത്ത് വെച്ചാ? വീയപുരത്ത് വെച്ചാണ്. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം മാരമൻ കൺവെൻഷൻ. പമ്പയുടെ തീരത്ത് വെച്ച് നടത്തുന്ന ഹിന്ദുമത സമ്മേളനം ഏതാ? ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം പഠിക്കുക. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യ വിമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാന്. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യ വിമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? പമ്പ ആക്ഷൻ പ്ലാൻ ആണ്. പമ്പാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടം ഏതാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി, അല്ലെങ്കിൽ അതറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നീരേറ്റുപുറം വള്ളംകളി. അങ്ങനെയും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 4 വള്ളംകളികൾ എവിടെ നടക്കുന്നുണ്ട്? പമ്പാ നദിയിൽ മാത്രം നടക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ആ ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി. എന്താണ്? നീരേറ്റുപുറം വള്ളംകളി പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പമ്പ ആക്ഷൻ പ്ലാന്. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പമ്പാ നദിയിലെ പ്രധാന വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചെമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി. ഉത്രാടം തിരുനാൾ വള്ളംകളി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നീരേറ്റുപുറം വള്ളംകളി പഠിക്കുക. പമ്പാ നദിയുടെ പോഷക നദികളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പമ്പാ നദിയുടെ പോഷക നദികൾ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ഛൻ കോവിലാർ, അഴുത, കല്ലാർ, കക്കിയാർ. പഠിച്ചോളനെ. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ഛൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാറ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികളാണ് അച്ഛൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാറ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. സുഹൃത്തുക്കളെ, നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കോഡ് തന്നെയാണ്. എന്നാലും പുതുതായി ജോയിൻ ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ അച്ഛൻ അഴുക്ക കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. പാമ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പാ നദിയെ സൂചിപ്പിക്കുന്നു. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്. അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതാ പുഴയാണ് കേട്ടോ, അല്ലെങ്കിൽ അഴുതാ നദിയാണ് കേട്ടോ. അഴുക്ക് എന്ന് പറഞ്ഞാൽ അഴുത. കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്. കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറാണ്. ഇത്രയും പഠിച്ചു വെച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പമ്പാ നദിയുമായി ബന്ധപ്പെട്ട എല്ലാ പോഷക നദികളും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി പറയാം. പമ്പാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാ? അച്ഛൻ കോവിലാറ്, അഴുത, കല്ലാറ്, കക്കിയാർ എന്നിവയാണ്. ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി കോഡ് എന്താ സുഹൃത്തുക്കളെ? പാമ്പായ അച്ഛൻ അഴുക്കക്കല്ലു കക്കി എന്നങ്ങ് പഠിക്കുക. ഇതിൽ പാമ്പായ എന്ന് വെച്ചാൽ പമ്പാ നദി, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കോവിലാറ്, അഴുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുതാ നദി, കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലാറ്, കക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കിയാറ് പഠിക്കുക. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ശബരി അണക്കെട്ടും അതുപോലെ തന്നെ കക്കാട് ഡാമും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പാ നദി. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്സ് നമ്മളോട് വിശദമായിട്ട് പറയുന്നില്ല. അത് ജലവൈദ്യുത പദ്ധതി എന്ന ഭാഗത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പമ്പാ നദി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. ഒന്ന് ശബരി ഡാമും അതുപോലെ കക്കാട് ഡാമും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പാ നദി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പമ്പാ നദിയും അപൂർവ വസ്തുതകളും. പമ്പാ നദിയും അപൂർവ വസ്തുതകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. പമ്പാ നദിയും അപൂർവ വസ്തുതകളും. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി പമ്പാ നദി. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാ? പമ്പാ നദി. പമ്പാ നദിയുടെ നീളം മൈലിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 109 മൈലാണ്. പഠിച്ചോളനെ. പമ്പാ നദിയുടെ നീളം മൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 109 മൈലാണ്. ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ ചോദിച്ചിരുന്നു. പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? മൈലിൽ പറയുമ്പോൾ 109 മൈലാണ്.
പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്റർ. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എത്രയാ? 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മണിമലയാറാണ്. പമ്പാ നദിയുടെ വടക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ അത് മണിമലയാറാണ്. പമ്പാ നദിയുടെ തെക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി അച്ഛൻ കോവിലാറാണ്. പമ്പാ നദിയുടെ തെക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അച്ഛൻ കോവിലാറാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ ഗംഗ എന്നറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. പമ്പാ നദിയുടെ നീളം എന്ന് പറയുന്നത് മൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് 109 മൈലാണ്. പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. പമ്പാ നദിയുടെ വടക്കേ അറ്റത്തൂടെ ഒഴുകുന്ന നദി മണിമലയാറ്. പമ്പാ നദിയുടെ തെക്കേ അറ്റത്തൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏതാണ്? അച്ഛൻ കോവിലാറുമാണ്. പഠിക്കുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി പമ്പാ നദി. പഠിച്ചോളനെ. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ്. ഡയറക്റ്റ് പമ്പ ചെല്ലുകയല്ല, പമ്പയുടെ ഒരു കഴിവഴി ഇവിടെ പോകുന്നുണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് പോകുന്നുണ്ട്. ബൈ ചാൻസ് PSC ചോദിച്ചാൽ എഴുതിക്കൊള്ളുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ അത് പമ്പാ നദിയാണ്. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പമ്പാ നദി. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പമ്പയുടെ ഒരു പോഷക നദിയാണ് വരട്ടാർ എന്ന് പറയുന്നത്. എന്നാലും ചില പ്രദേശങ്ങളിൽ വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. പഠിക്കുക. ശബരിമല സന്ദർശിക്കുന്ന ഭക്തജനങ്ങൾ പമ്പാ നദി മലിനമാക്കാതിരിക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ഏതാണ്? പുണ്യം പൂങ്കാവനം പദ്ധതി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ പമ്പാ നദിയാണ്. ഡയറക്റ്റ് പമ്പാ നദി ഒഴുകി ചെല്ലുകയല്ല, പമ്പാ നദിയുടെ ഒരു കൈവഴി അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടറിയാണ് എവിടെ ചെന്ന് കയറുന്നത്? നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഒഴുകിയെത്തുന്നത്. ശ്രദ്ധിക്കുക. വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പാ നദിയാണ്. വരട്ടാർ എന്ന് പറയുന്നത് പമ്പാ നദിയുടെ ഒരു പോഷക നദിയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രദേശങ്ങളിൽ നമ്മുടെ പമ്പാ നദിയെ വരട്ടാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശബരിമല സന്ദർശിക്കുന്ന ഭക്തജനങ്ങളെ പമ്പാ നദി മലിനമാക്കാതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മലിനീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. പഠിക്കുക. എന്താണ് പുണ്യം പൂങ്കാവനം പദ്ധതി? ഇത്രയുമായിരുന്നു നമ്മൾ ഇന്ന് പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് പഠിച്ചത് സുഹൃത്തുക്കളെ. LGSുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പോയിന്റ്സിലോട്ട് ഒന്നും നമ്മൾ കടന്നിട്ടില്ല. ബേസിക് പോയിന്റ്സ് പിന്നെ കുറച്ച് റെയർ പോയിന്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.